ഫ്രണ്ട്സ്, രഞ്ജിയാണ് രഞ്ജിത് കുമാർ ഫ്രം അർമാൻ കൺസൾട്ടിങ്. ഇപ്പം നിങ്ങൾ ഈ പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് എന്തിന് ഞങ്ങളെ ചൂസ് ചെയ്യണം? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വൈ ചൂസ് അസ്? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം ഹൗ വെൽ വി ആർ. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റും നിങ്ങളുടെ മുന്നിലുണ്ടാവും. അപ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ എന്തിന് ചൂസ് ചെയ്യണം? ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് അർമാൻ കൺസൾട്ടിങ്ങുമായിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഹൗ വി ആർ ഗോയിങ് ടു പെർഫോം, അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. ഡു വാച്ച് ഇറ്റ്. കാരണം നമ്മൾ ആസ് എ എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും. ആ ഡ്രീമിന് വേണ്ടിയാണ് നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓരോ സേവിങ്സും. ഇപ്പം നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഓൺലി ഫില്ലിങ് ദ ഫോം, യു ആർ ഫില്ലിങ് ദ ഡ്രീം. അപ്പം നിങ്ങളുടെ ഡ്രീമിന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രയും സിൻസിയറായിട്ടും അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊരു മുന്നിൽ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ആദ്യം നമ്മൾ അവരോട് നമ്മൾ സംസാരിക്കുന്നത് അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ള അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക് മുന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പാണ്. അത് നമ്മളൊരു പ്രൊജക്റ്റാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ്. അതിലൂടെ അവരുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാവും. അതിലൂടെ അവർക്ക് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യും. അതിനുശേഷം അവരുടെ ഗോൾസിൽ തന്നെ പ്രയോറിറ്റീസ് ഉണ്ടാവും. ചിലപ്പം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻ്റ് ആയിരിക്കും. ഇതിലേതാണോ അവരുടെ പ്രയോറിറ്റി അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുക. സപ്പോസ് ഒരു എക്സാമ്പിൾ, ഒരു കസ്റ്റമർക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി ഒരു ചാർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും. അതിൻ്റെ ബേസിൽ അവർ ഡിസൈഡ് ചെയ്യുന്നു അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എഡ്യൂക്കേഷനാണ്. കുട്ടികളാണെങ്കിൽ ആദ്യം അതിനു വേണ്ടി നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ചൈൽഡ് ഫെസ്റ്റ്. ആ ചൈൽഡ് ഫെസ്റ്റിലൂടെ നമുക്ക് ആദ്യം നമ്മൾ ക്ലയൻറ്റിനെ മനസ്സിലാക്കുന്നത്, ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത് ആ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി എത്രാമത്തെ ഏജിലാണ് അവർക്ക് ഫണ്ട് വേണ്ടി വരിക, ആ കോഴ്സിന് ഇന്നത്തെ ഫീസ് എത്രയാണ്, ആ കുട്ടി കോഴ്സിന് ചേരുന്ന സമയത്ത് എത്ര ഫീസ് വേണ്ടി വരും, അത് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻസ് നമ്മൾ ആ കസ്റ്റമറോട് പറഞ്ഞ് ഡീറ്റെയിലിംഗ് കൊടുക്കും. അതുപോലെ തന്നെ എത്ര എമൗണ്ട് നമുക്ക് കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി വരും, എത്ര മന്ത്ലി അല്ലെങ്കിൽ ആനുവലി എത്ര മാറ്റി വെക്കേണ്ടി വരും ആ ഒരു കോർപ്പസിലേക്ക് എത്താം എന്നുള്ള കാര്യം ഒരു കംപ്ലീറ്റ് റിപ്പോർട്ടായിട്ടായിരിക്കും നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുക. അതുപോലെ തന്നെ സപ്പോസ് അവർ പറഞ്ഞ റിട്ടയർമെൻ്റ് ആണ് അവരുടെ പ്രയോറിറ്റി എങ്കിലോ, നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് വേണ്ടി വരും, അയാൾ റിട്ടയർ ചെയ്യുന്നത് ഇന്നായിരിക്കില്ല, ഒരു 20 വർഷത്തിന് ശേഷമായിരിക്കും. അപ്പോൾ അതിലൊരു ഇൻഫ്ലേഷൻസ് ഉണ്ടാവും. സപ്പോസ് ഒരാൾ ഒരു 20,000 രൂപ ഇന്ന് എക്സ്പെൻസസ് ഉള്ള ഒരാൾ ഒരു 20 വർഷത്തിന് ശേഷം 25 വർഷത്തിന് ശേഷം എത്രയായിരിക്കും അവരുടെ മന്ത്ലി എക്സ്പെൻസസ് വരിക, അതിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ റിപ്പോർട്ടായിട്ട് കൊടുക്കും. അതിനുശേഷം ആ വർഷം സപ്പോസ് അയാളുടെ ഒരു 60ാമത്തെ വയസ്സിൽ റിട്ടയറായി 85 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മന്ത്ലി എത്ര എമൗണ്ട് വേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ടായിട്ട് നൽകും. അപ്പോൾ ആ ഒരു എമൗണ്ട് ചിലവാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് വേണ്ടി വരും. എത്ര കോർപ്പസ് വേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ കൊടുക്കും, ആ ഡീറ്റെയിലിംഗ് കൊടുക്കും. ആ കോർപ്പസിന് വേണ്ടി നമ്മൾ എത്ര മന്ത്ലി മാറ്റി വെക്കേണ്ടി വരും എന്ന കാര്യം കൂടി നമ്മൾ ഒരു കംപ്ലീറ്റ് റിപ്പോർട്ടായിട്ടാണ് കൊടുക്കുക. അതിനുശേഷം അവർക്ക് കൃത്യമായിട്ട് ഒരു ഡിസിഷൻസിലേക്ക് എത്താൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഹൈലൈറ്റ് ആയിട്ടത് ഒരു ഫിനാൻഷ്യൽ ജംഗ്ഷൻസ് ഉണ്ടാവും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിട്ട് അവരുടെ റിട്ടയർമെൻറ്റ് വരെ. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ചാർട്ട് നമ്മൾ കൊടുക്കും. യുവർ ഫിനാൻഷ്യൽ ജംഗ്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ചാർട്ട് ടിൽ റിട്ടയർമെൻറ്റ് എന്നുള്ളൊരു ഹെഡിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കും. അവരുടെ ഓരോ ഏജസിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതിനൊക്കെ എത്ര എമൗണ്ട് വരും എന്നുള്ള കാര്യം നമ്മൾ ഓരോ ചാർട്ടിൽ ഓരോ കോളം ആയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും, മാരേജ് ആയിരിക്കും, പുതിയ വെഹിക്കിൾ വാങ്ങുന്നതായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളും, റിട്ടയർമെൻ്റ് ആയിരിക്കും. അതൊക്കെ ഒരു കംപ്ലീറ്റ് ചാർട്ടായിട്ട് കൊടുക്കും. അതുമാത്രമല്ല, ചില കസ്റ്റമർക്ക് ഓൾറെഡി എക്സിസ്റ്റിങ്ങിൽ അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഒരു കോംപ്രഹെൻസീവ് പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് അവർക്കൊരു ഫിസിക്കൽ അസറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ചാർട്ടും ഈ ഒരു റിപ്പോർട്ട്സും കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നതോടെ കസ്റ്റമർക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടും. എൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണ്, എൻ്റെ പ്രയോറിറ്റി എന്താണ്, എൻ്റെ ഗോളിലേക്ക് ഞാൻ എങ്ങനെ മൂവ് ചെയ്യണമെന്ന്, ഇങ്ങനെയുള്ള എല്ലാ കൃത്യമായ രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. ഡു ജോയിൻ അസ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് വളരെ സിൻസിയറായിട്ട് നമുക്ക് തരാൻ പറ്റും. താങ്ക് യു. എല്ലാവർക്കും പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ എല്ലാ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.